എല്ലാവർക്കും രജനീസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി 4 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 2 ചെറിയ തക്കാളി, മല്ലിയില കുറച്ച്, 4 മുട്ട, 3 മീഡിയം സവോള, വെളിച്ചെണ്ണ താളിക്കാനും ഉള്ളി വാട്ടാനും ആവശ്യത്തിനുള്ളത്, താളിക്കാൻ ആവശ്യമായി ചെറിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില. ഇത് അരയ്ക്കാനുള്ളതാണ്. 1 സവോള കനം കുറച്ച് അരിഞ്ഞ് വറുത്തെടുത്തതാണ്. അതിൽ 2 വെള്ളുള്ളിയും ഇട്ടിട്ടുണ്ട്. 4 കറിവേപ്പിലയും കൂടി വറുത്തെടുത്തതാണ്. 1 മുറി നാളികേരം ചിരകി വറുത്തെടുത്തതാണ്. വെള്ളം ആവശ്യത്തിന്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. കടായി ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. ഉള്ളി എളുപ്പം വാടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. തക്കാളി ഇട്ട് അരച്ചെടുത്ത ഉള്ളിയും നാളികേരമാണ് അതോടി വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തീ മീഡിയമിലാക്കാം. ഇളക്കി കൊടുക്കാം. ഉപ്പ് എരിവൊക്കെ പാകത്തിനാണോ നോക്കാം. എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. എടുത്ത് വെച്ചാൽ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. എടുത്ത് വെച്ച മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയി, ഗരം മസാല 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം.